വെൽക്കം ബാക്ക് ടു ബിഗിനേഴ്സ് ട്രെയിനിങ് ക്ലാസ്. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററാണ് ഞങ്ങളെ മിഡീവൽ ഇന്ത്യ അല്ലെങ്കിൽ മധ്യകാല ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ വർഷത്തിൻ്റെ അതിന് മുമ്പേ വർഷത്തിലാണ് നമ്മുടെ 7ാം ക്ലാസ്സിൻ്റെ പുസ്തകം മാറിയത്. ഞാൻ അന്ന് ഓൾറെഡി നമ്മുടെ ഈ ഒന്നാമത്തെ ചാപ്റ്റർ ഇട്ടിട്ടുണ്ട്. ഇനി അഥവാ അത് കിട്ടാത്തവരുണ്ടെങ്കിൽ നമുക്കിതൊന്നും കൂടി ഒന്ന് പറയാം കേട്ടോ. അഥവാ ഞാനത് കാരണം 2 കൊല്ലം മുമ്പേ ഇട്ടതല്ലേ, കഴിഞ്ഞ വർഷവും എനിക്ക് തോന്നിയത് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്നോട് 2-3 പേര് ചോദിക്കുമ്പോഴെല്ലാം ഞാൻ ഇടുന്നുണ്ട് കേട്ടോ, ഓരോ പാർട്ട് വെച്ചും. എന്നാൽ കുറച്ച് നോട്ട് നമുക്കിപ്പോൾ ഇടാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണെന്നാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് അതിന് ഞാൻ ഒന്നുകൂടെ എഴുതാഞ്ഞത്. ചാപ്റ്റർ 7 സോഷ്യൽ സയൻസ്. ഏതാണ്? ചാപ്റ്റർ 1 ക്ലാസ് 7 സോഷ്യൽ സയൻസ് മിഡീവൽ ഇന്ത്യ മധ്യകാല ഇന്ത്യ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ചോദ്യം എന്താവും? നിങ്ങൾ ടെസ്റ്റ് ഇനിയും വായിച്ച് തരണ്ടല്ലോ, ടെസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ഇനി അതും വായിച്ച് അത്രയും സമയം കളയണ്ട, നിങ്ങളുടെ കയ്യിലുണ്ട് അല്ലേ. ഡ്യൂറിങ് ഹൂസ് റീജിയൻ വാസ് ദ റെഡ് ഫോർട്ട് ബിൽറ്റ്? ചെങ്കോട്ട പണി കഴിച്ചത് ആരുടെ ഭരണകാലത്താണ്? ഒന്നാമത്തെ മലയാളവും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമാണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോകാം അല്ലേ. 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നോക്കിയോ നിങ്ങളെ. ചെങ്കോട്ട എന്ന് വെച്ചാൽ റെഡ് ഫോർട്ട്, ബിൽറ്റ് എന്ന് വെച്ചാൽ ബിൽറ്റ് പണി കഴിക്കുന്നത് കേട്ടോ, പണി കഴിച്ചത്. ഈ റീജിയൻ എന്ന് പറഞ്ഞാൽ പ്രദേശമാണ്. ഇവിടെ REIGN ആണ് കേട്ടോ. RIIGN എന്ന് വെച്ചാൽ ഭരണം എന്നാണ് കുഞ്ഞുങ്ങളെ അർത്ഥം കേട്ടോ. ഈ വർഷം ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണേ. REIGN ഭരണം. ഡ്യൂറിങ് ഹൂസ് റീജിയൻ, ഹൂസ് ആരുടെ എന്ന് വെച്ചാൽ ഈ റെഡ് ഫോർട്ട് പണിഞ്ഞത് അല്ലെ പണി കഴിച്ചത് ആരുടെ ഭരണകാലത്താണ്? നമ്മുടെ മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ കാലത്താണ് കേട്ടോ. മുഗൾ എംബറർ, ചക്രവർത്തിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയുന്നത്? എംബറർ. ഇപ്പം നമ്മൾ 2 വാക്ക് പഠിച്ച് പ്രധാനപ്പെട്ട കേട്ടോ, റീജിയൻ, എംബറർ, അതുപോലെ ബിൽറ്റ്, ഇതൊക്കെ ഇപ്പം അങ്ങ് പഠിച്ച് പോകണം കേട്ടോ. മുഗൾ എംബറർ ഷാജഹാൻ എഴുതുന്നതിൻ്റെ സ്പെല്ലിങ് പഠിച്ചോണേ. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, വേർ ഡസ് ദ പ്രൈം മിനിസ്റ്റർ ഹോയിസ്റ്റ് ദ നാഷണൽ ഫ്ലാഗ് ഓൺ ഇൻഡിപെൻഡൻസ് ഡേ? ഈ ഹോയിസ്റ്റ് എന്ന് വെച്ചാൽ ഉയർത്തുക എന്ന അർത്ഥം കേട്ടോ. അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം, ഉയർത്തുക കേട്ടോ. ഇപ്പോൾ പുതിയതായിട്ട് കേൾക്കുമല്ലേ നിങ്ങൾ ഇത്? സത്യത്തില്ലയോ? നേരത്തെ ഉണ്ട് ഇങ്ങനെയൊക്കെ വാക്ക്, നമ്മളിപ്പോൾ ഇപ്പോഴാണ് കേൾക്കുന്നത് അല്ലേ. വേർ ഡസ് ദ പ്രൈം മിനിസ്റ്റർ ഹോയിസ്റ്റ്, HOIST, ഹോയിസ്റ്റ് ദ നാഷണൽ ഫ്ലാഗ് ഓൺ ഇൻഡിപെൻഡൻസ് ഡേ? ഇൻഡിപെൻഡൻസ് ഡേ അറിയാമല്ലേ, കാരണം നമുക്ക് അന്നൊരു അവധി കിട്ടുന്ന. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി, ഇപ്പോഴത്തെ ആരാ? അതൊക്കെ ചോദിച്ചാൽ പെട്ടില്ലയോ? ദേശീയ പതാക ഉയർത്തുന്നത് എവിടെ കുഞ്ഞുങ്ങളെ? റെഡ് ഫോർട്ടിൻ്റെ ഡൽഹി. അപ്പോൾ റെഡ് ഫോർട്ട് എവിടാന്ന് ചോദിച്ചാൽ എവിടെ? ഡൽഹിയിലെ എവിടെ? റെഡ് ഫോർട്ടിൽ, ചെങ്കോട്ടയിലാണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ 1 വേർഡായിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ. പ്രൈം മിനിസ്റ്റർ ആരാന്നുള്ള ചോദ്യം വരും അല്ലേ. നാഷണൽ ഫ്ലാഗ് ദേശീയ പതാക അത് ഉയർത്തിയത് റെഡ് ഫോർട്ടിലാണ്. ഈ റെഡ് ഫോർട്ട് എവിടെയാണ്? ഡൽഹിയിലാണ്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇനി ദ ക്യാപിറ്റൽ ഓഫ് ദ വിജയനഗര ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ ഡ്യൂറിങ് ദ സെയിം പീരീഡ്. ദ ക്യാപിറ്റലാണ് കേട്ടോ. എന്തിൻ്റെ? ഓഫ് ദ വിജയനഗര. The capital of the Vijayanagara that existed in South India during the same period. ഇതേ കാലഘട്ടത്തിൽ നമ്മുടെ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിൻ്റെ തലസ്ഥാനം ഏതാണ്? 1 വേർഡ് ക്വസ്റ്റ്യൻ. ഇതേ കാലഘട്ടത്തിൽ ദക്ഷിണ ഇന്ത്യയിൽ, സൗത്ത് ഇന്ത്യയാണ്, അവിടെ നിലനിന്നിരുന്ന വിജയനഗരത്തിൻ്റെ തലസ്ഥാനമാണ് ഹംപി. നമ്മുടെ ടെസ്റ്റിൽ ഈ ഹംപിയുടെ ഒക്കെ പടം കൊടുത്തിട്ടുണ്ട്. റെഡ് ഫോർട്ട്, ഹംപി, ഇതിൻ്റെ എല്ലാം പടം കൊടുത്തിട്ടുണ്ട്, ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഹു എസ്റ്റാബ്ലിഷ്ഡ് മുഗൾ റൂൾ ഇൻ ഇന്ത്യ? ഡൽഹിയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് ആരാണ്? ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഡൽഹിയാണ്. ഡൽഹിയിലെ ചെങ്കോട്ടയെക്കുറിച്ച് പഠിച്ചു അല്ലേ. റെഡ് ഫോർട്ട് ഡൽഹിയിലെ, ചെങ്കോട്ടയിലെ അത് പഠിച്ചു. ഇനി അടുത്ത ഏതാണ്? ഡൽഹിയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് ആരാണ്? ആരാ അക്ബർ കേട്ടോ. അക്ബർ ഇൻ 1526, 1526 ബാബറാണ്. ബാബർ നമ്മൾ കുറേ പേരെ കുറിച്ച് പഠിക്കുന്നുണ്ട് കേട്ടോ. കുറേ ചക്രവർത്തിമാർ എന്ന് വെച്ചാൽ കുറേ ഭരണാധികാരികളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ബാബർ. അടുത്ത റൈറ്റ് ദ ഇയർ ഇൻ വിച്ച് മുഗൾ റൂൾ ബിഗാൻ ആൻഡ് എൻഡഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മുഗൾ ഭരണം ആരംഭിച്ചതും അവസാനിച്ചതും ഏത് വർഷമാണ്? മുഗൾ ഭരണത്തെക്കുറിച്ചാണ് കുഞ്ഞുങ്ങളെ. ഇന്ത്യയിൽ മുഗൾ ഭരണം ആരംഭിച്ചതും അവസാനിച്ചതും ഏത് വർഷമാണ്? 1526 തുടങ്ങിയിട്ട് 1857 അവസാനിച്ചു. ഡേറ്റ് ഓർമ്മ വേണേ.
ഹൂ വെയർ ദ മെയിൻ മുഗൾ റൂളേഴ്സ്. ഇത് പഠിച്ച് വെച്ചേക്കണം കേട്ടോ, ഇത് നല്ലപോലെ പഠിച്ചു വെച്ചേക്കണം. മുഗൾ റൂളേഴ്സിൻ്റെ പേര്, അതായത് 6 പേരുണ്ട്. ബാദ്ഷാ കേട്ടോ, ക്ലൂ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ബാദ്ഷാ, ബി ബാബർ, എച്ച് ഹുമയൂണ്, എ അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. നമ്മൾ ആദ്യമായിട്ട് പഠിക്കുക കേട്ടോ. സമാധാനത്തെ നമ്മൾ 6ാം ക്ലാസ്സിൽ നമ്മൾ ഇവരെ കുറിച്ച് വല്ലതും പഠിച്ചായിരുന്നോ? ഇല്ലല്ലോ. ബാബറും വല്ലതും ഉണ്ടായിരുന്നോ? എനിക്ക് തോന്നുന്നില്ല, ഇവരൊന്നും ഇല്ലായിരുന്നു തോന്നുന്നു 6ാം ക്ലാസ്സിൽ. ഓക്കെ കുഞ്ഞുങ്ങളെ, ഹൂ വെയർ ദ മെയിൻ, നമ്മൾ ഗ്രീസിനെ കുറിച്ചും ഇല്ലേ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, ഭൂമിയെക്കുറിച്ചൊക്കെ പോട്ടെ. അപ്പോൾ ബാബർ പേര് വായിക്കാൻ പഠിച്ചോണേ. ഹുമയൂണ്, അക്ബർ, ജഹാംഗീർ കേട്ടോ, ഷാജഹാൻ, ഔറംഗസേബ്. ഈ 6 ക്വസ്റ്റ്യനും ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇത് ഞാൻ കഴിഞ്ഞ വർഷം എഴുതിയതാണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഹു എസ്റ്റാബ്ലിഷ്ഡ് ദ മുഗൾ റൂൾ ഇൻ 1526. 1526 മുഗൾ ഭരണം സ്ഥാപിച്ച ഭരണാധികാരി ആരാണ്? കണ്ടോ, ഒരു മാർക്കിന് ചോദിക്കാം. ബാബർ. എടുത്തോണ്ടേ കുഞ്ഞുങ്ങളെ കേട്ടോ, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇത് വൃത്തിയായിട്ട് ഞാനിപ്പോൾ അത് പറഞ്ഞു, ബാബറിനെ കുറിച്ച് അല്ലേ, ബാബർ നമ്മൾ എടുത്തില്ല. ഓക്കെ, ഇത് അടുത്ത ചോദ്യമായിട്ടില്ല. ഹു എസ്റ്റാബ്ലിഷ്ഡ് ദ മുഗൾ റൂൾ ഇൻ 1526. 1526 മുഗൾ ഭരണം സ്ഥാപിച്ച ഭരണാധികാരിയാണ് ബാബർ. ബാബർ ഇന്ത്യൻ മുഗൾ ഭരണം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം ഏതാണ്? ഈ ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം ഏതാണ്? 1ാം പാനിപ്പട്ട് യുദ്ധമാണ്. പാനിപ്പത്ത് എന്ന് പറഞ്ഞാലും ശരിയാട്ടോ, പാനിപ്പത്ത് കേട്ടോ. ചില ടെസ്റ്റിൽ അങ്ങനെ അടിച്ചു വെച്ചിരിക്കുന്നത് പാനിപ്പത്ത് യുദ്ധം. ഓക്കെ, ദ ബാറ്റിൽ ദാറ്റ് ലെഡ് ടു ബാബർ എസ്റ്റാബ്ലിഷിംഗ് മുഗൾ റൂൾ ഇൻ ഇന്ത്യ. ഫസ്റ്റ് പാനിപ്പട്ട് വാറാണ്. നോക്കിക്കോട്ടെ കുഞ്ഞുങ്ങളെ, നമ്മൾ ഇതിനകത്തിലാണ്ട് ഇപ്പോൾ ഫസ്റ്റ് പാനിപ്പട്ടൊന്നും ഇതിനകത്തില്ല. അപ്പോൾ അടുത്ത നമ്പർ ഇട്ടങ്ങ് എഴുതിക്കോണം കേട്ടോ. നമ്മളിപ്പോൾ 6 ഇതിലായി. 7ാമത്തേതാണ്ട് ബാബർ, ഹു എസ്റ്റാബ്ലിഷ് ദ മുഗൾ റൂൾ ഇൻ. ഇതെല്ലാം വൺ വേർഡിന് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം. ഇതെല്ലാം ഞാൻ പഠിക്കാൻ എളുപ്പത്തിന് ഒക്കെ വൺ വേർഡായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. എൻ്റെ കളറൊക്കെ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങളും ഇതുപോലൊക്കെ എഴുതി വെച്ച് പഠിക്കാനുണ്ടല്ലോ, എളുപ്പം മനസ്സിലാവും കേട്ടോ. ഫസ്റ്റ് പാനിപ്പട്ട് വാർ. ഹു വാസ് എ ഫേമസ് റൂളർ ഇൻ മുഗൾ ഡൈനാസ്റ്റി? ഹു വാസ് ദ ഫേമസ് റൂളർ ഓഫ് മുഗൾ ഡൈനാസ്റ്റി? മുഗൾ ഭരണകാലത്തെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയാണ് അക്ബർ. ബാബർ എന്താ കുഞ്ഞുങ്ങളെ? മുഗൾ ഭരണം സ്ഥാപിച്ച ഭരണാധികാരിയാണ്. മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ്. മുഗൾ ഭരണകാലത്തെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരി അക്ബറുമാണ്. തിരിഞ്ഞു പോയത് കേട്ടോ, ചില മിക്ക കുട്ടികൾക്കും അത് തിരിഞ്ഞു പോകുന്നുണ്ട്. ഈ അക്ബറും ബാർബർ ഇപ്പം എങ്ങനെ ഇരിക്കുന്നത്? ബാബറാണേ, ബാർബർ മുടി വെട്ടാൻ പോയി അല്ലേ. ബാബർ, BABUR ബാബറാണ് കേട്ടോ. വാസ് എ ഫേമസ് റൂളർ ഓഫ് മുഗൾ ഡൈനാസ്റ്റി. മുഗൾ ഭരണകാലത്തെ കേട്ടോ, മുഗൾ ഡൈനാസ്റ്റി എന്ന് വെച്ചാൽ ഭരണകാലത്തെ റൂളർ അല്ലേ. പ്രശസ്ത ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അക്ബറാണ് കേട്ടോ, അക്ബർ. ഓക്കെ, നെയിം ദ മെയിൻ റൂളേഴ്സ് ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. മുഗൾ ഭരണാധികാരികളുടെ പേര് അത് നമ്മൾ എഴുതിയതാണ് കുഞ്ഞുങ്ങളെ ഇവിടെ. ഇതൊക്കെയാണ് മുഗൾ റൂളേഴ്സ്. ബാബർ, ഹുമയൂൺ അല്ലേ. ബാബർ, അതാണ് ബാദ്ഷാ ഞാൻ അന്ന് പഠിപ്പിച്ചത്. ഭാഷ അല്ലേ, നമ്മൾ അറിയാവോ ഭാഷ? നിങ്ങൾക്കൊന്നും അറിയത്തില്ല, ഞങ്ങളുടെയൊക്കെ കാലത്തൊരു സിനിമയാണ് കേട്ടോ. ആരുടെയാ ഞാൻ പറഞ്ഞുപോയി, അതേപോട്ടെ. അപ്പോൾ ബാദ്ഷ കേട്ടോ. അപ്പോൾ ആരൊക്കെയാണ്? ബി ബാബർ, എച്ച് ഹുമയൂൺ, എ അക്ബർ, ജെ ജഹാംഗീർ, എസ് ആരാ? ഷാജഹാൻ, എ ഔറംഗസേബ്. കണ്ടോ, ഈ ഒരു ഇത് പഠിക്കാമെങ്കിൽ ആ ഓർഡറിൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. ബാബർ ആരായിരുന്നെന്ന് നമ്മൾ പറഞ്ഞു. ആരാ കുഞ്ഞുങ്ങളെ? 1526 മുഗൾ ഭരണം സ്ഥാപിച്ച ഭരണാധികാരിയാണ് ബാബർ. എന്നാൽ അക്ബറോ? ഈ മുഗൾ ഭരണകാലത്ത് ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയാണ് അക്ബർ. തിരിഞ്ഞു പോകല്ലേ ഈ ബാബറും അക്ബറും തമ്മിൽ കേട്ടോ. അതിനിടയ്ക്കുള്ള ആരാണ്? ഹുമയൂൺ കേട്ടോ. ഓക്കെ ആണല്ലോ അത്രയും. ഓക്കെ, അടുത്ത ആരാണ് ഈ ബാബർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതും? ബാബറിനെ കുറിച്ച് ഒരു വരി എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? ബാബർ എസ്റ്റാബ്ലിഷ്ഡ് ദ മുഗൾ റൂൾ ഇൻ 1526. ദ മുഗൾസ് റൂൾഡ് ഇന്ത്യ till 1857 വിത്ത് ഡൽഹി ആസ് ദർ ക്യാപിറ്റൽ. 1526 ബാബർ മുഗൾ ഭരണം സ്ഥാപിച്ചു. ബാബറെ കുറിച്ചാണേ. 1526 ബാബർ, നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നല്ലേ, ബാബറാണ് എന്താ?
ബാബറാണ് ആദ്യമായിട്ട് എന്ത് കൊണ്ടുവന്നത്? 1526 മുഗൾ ഭരണം സ്ഥാപിച്ച ഭരണാധികാരി നമ്മുടെ ബാബറാണ്. ഓർത്തോണേ കുഞ്ഞുങ്ങളെ, തിരിഞ്ഞു പോകുന്നതുകൊണ്ടാണ് എടുത്തെടുത്ത് ഞാൻ പറയുന്നത് കേട്ടോ. ബാബറാണ് മുഗൾ ഭരണം സ്ഥാപിച്ചത്. ഡൽഹി തലസ്ഥാനമാക്കി 1857 വരെ ഇന്ത്യ ഭരിച്ചു. മുഗളർ 1857 വരെ ആരാണ് ഭരിച്ചത്? മുഗളർ ഇന്ത്യ ഭരിച്ചു കേട്ടോ. എഴുതി വെച്ചേക്കണേ. ആരാണ് ഈ മുഗൾ? ബാബറിന്റെ 2 വരിയായി എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. ബാബർ. അങ്ങനെയാണെങ്കിൽ ആരാ കുഞ്ഞുങ്ങളെ ഈ മുഗൾ ആരാ? അതായത് ദ നെയിം മുഗൾ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ടേംസ് മംഗോൾ കേട്ടോ. മംഗോൾ MONGOL. ദ നെയിം മുഗൾ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ടേം മംഗോൾ. മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് കുഞ്ഞുങ്ങളെ മുഗൾ എന്ന പേര് ലഭിച്ചത്. ഒരു മാർക്കിന് ചോദിക്കാൻ കൊള്ളാവുന്നതാണ്, എഴുതിക്കോണേ കേട്ടോ. അത് ഞാൻ സെപ്പറേറ്റ് എഴുതേണ്ട കാര്യമില്ലല്ലോ. എന്താണ്? മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ലഭിച്ചത്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ബാബർ ആരാ കുഞ്ഞുങ്ങളെ? ബാബർ നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നല്ലോ. ബാബർ ആരാണ്? 1526 ബാബർ മുഗൾ ഭരണം സ്ഥാപിച്ചൊരു വ്യക്തിയാണ് അല്ലേ. ബാബർ ദ ഫൗണ്ടർ ഓഫ് ദ മുഗൾ കിങ്ഡം അല്ലേ. മുഗൾ രാജ്യസ്ഥാപകനായ ബാബർ, മുഗൾ രാജ്യസ്ഥാപകനാണ് ബാബർ. പിന്നെ വാസ് ദ ഡിസെൻഡന്റ് ഓഫ് ദ തുർക്കിഷ് റൂളർ തിമുർ. ഇതൊക്കെ ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കുകയാണ്. തിമുർ, TIMUR, തിമുർ. ഓക്കെ. പറ്റേണൽ വേ ആൻഡ് ദ മംഗോൾ കിങ്. ആ പേര് നോക്കിയേ, ചെങ്കിസ് ഖാൻ. ഇത് ഞങ്ങളൊക്കെ പഠിക്കേണ്ടതാണോ ഇല്ലേ? ഇപ്പം മനസ്സിൽ ഇതൊക്കെ ഇവിടുന്ന് പൊക്കി എടുത്തോണ്ട് വരുന്നുണ്ടോ ഇല്ലേ? ചെങ്കിസ് ഖാൻ മെറ്റേണൽ വേ. ഇത് പഠിച്ചേ വെക്കുക കേട്ടോ. ബാബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഗൾ രാജ്യസ്ഥാപകനാണ് ബാബർ. പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായിരുന്ന തിമുറിൻ്റെയും മാതാവ് മംഗോൾ രാജാവായിരുന്ന ചെങ്കിസ് ഖാൻ്റെയും പിൻഗാമിയായിരുന്നു. അടുത്ത തലമുറ. കുഞ്ഞുങ്ങളെ ആ പേര് നോക്കിക്കോണേ. തിമുറൊക്കെ ചോദിക്കുവേ. മുഗൾ രാജ്യസ്ഥാപകനായ ബാബർ, പിതാവാണ് ആരാ? തുർക്കി ഭരണാധികാരിയാണ്. ഈ മുഗളിൻ്റെ അച്ഛൻ ആരാന്ന് നോക്കിയേ? തുർക്കി ഭരണാധികാരിയായിരുന്ന തിമുർ. മുഗളിൻ്റെ അച്ഛൻ്റെ പേരപ്പം തിമുർ. അമ്മ നോക്കി, അമ്മ മാതാവ് മംഗോൾ രാജാവായിരുന്ന ചെങ്കീസ് ഖാൻ്റെ പിൻഗാമിയുമായിരുന്നു അവർ അമ്മ. മംഗോൾ രാജാവായിരുന്ന ചെങ്കീസ് ഖാൻ്റെ പിൻഗാമിയായിരുന്നു കേട്ടോ. അപ്പം ബാബർ ആരാന്ന് ചോദിക്കുമ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാർ ഈ 2 വരി എഴുതണം, മലയാളം ഇതും എഴുതണം കേട്ടോ. It was the Europeans who started addressing these dynasties Mughal during the 16th century. 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചു തുടങ്ങിയത്. അപ്പോൾ ഒരു മാർക്കിന് ചോദിക്കും, മുഗൾ എന്ന് വിളിച്ചത് ആരാണ്? യൂറോപ്യരാണ്. അപ്പോൾ ഒരു മാർക്കിന് അതും ചോദിക്കുവേ. അപ്പോൾ ഈ പറഞ്ഞതിനകത്ത് 3 ഒരു മാർക്കിൻ്റെ ചോദ്യമുണ്ട്. അതായത് മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പദം ഉണ്ടായത്. ഒരു മാർക്കിനുണ്ട്. പിന്നെ ബാബർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെയും പേര് ഉൾപ്പെടെ താണ്ടി കൊടുത്തിട്ടുണ്ട്. തിമുർ എന്നാണ് അച്ഛൻ്റെ പേര് കേട്ടോ, തിമുർ. ഇനി മാതാവ് മംഗോൾ രാജാവായിരുന്ന ചെങ്കീസ് ഖാൻ്റെ പിൻഗാമിയായിരുന്നു കേട്ടോ. ചെങ്കീസ് ഖാൻ്റെയും പിൻഗാമിയായിരുന്നു. ആ പേര് ചെങ്കീസ് ഖാൻ്റെയും തിമുറിൻ്റെയും ഒക്കെ ഒന്ന് നോക്കിക്കോണേ. ഇനി 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യരാണ് ഈ രാജവംശത്തെ മുഗൾ എന്ന് വിളിച്ചത്. അപ്പം മുഗൾ എന്ന് വിളിച്ചത് ആരാന്നും കൂടെ നോക്കിക്കോണം കേട്ടല്ലോ. അതിനകത്തിൽ തന്നെ ചോദ്യം ഉണ്ട് കുഞ്ഞുങ്ങളെ. എന്താണ് 1ാം പാനിപ്പത്ത് യുദ്ധം? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് എന്ന് അതിനകത്തിൽ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ആ പറഞ്ഞ സെൻറ്റൻസ് നിങ്ങൾ ആ ടെസ്റ്റിനകത്തിൽ വെച്ച് നോക്കിക്കോണേ. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് കാണാൻ പറ്റുമല്ലോ. 1ാം പാനിപ്പത്ത് യുദ്ധം. ഇട്ടെന്നും പറയാം കേട്ടോ. ഇൻ 1526 എബ്രഹാം ലോധി, ആ പേരൊക്കെ നോക്കിയേ, എബ്രാഹിം ലോധി എന്നാ കേട്ടോ. ദ ലാസ്റ്റ് റൂളർ ഓഫ് ദി ലോധി ഡൈനാസ്റ്റി ആൻഡ് ബാബർ ദ റൂളർ ഓഫ് കാബിൾ ഫോർട്ട് അറ്റ് പാനിപ്പട്ട് ഇൻ ഹരിയാന. This battle is referred as the first battle of പാനിപ്പട്ട്. അതൊക്കെ ഇതൊക്കെ ഞാൻ നേരത്തെ എഴുതിയായിരുന്നു കുഞ്ഞുങ്ങളെ. ഇന്ന് ഞാൻ ഇരുന്ന് എന്ത് ചെയ്യുന്നറിയോ? ഈ വേറൊരു പേപ്പറിനകത്തുള്ള നിങ്ങൾക്ക് വേണ്ടി കേട്ടോ ഒരുപാട് ക്വസ്റ്റ്യൻ ഇരുന്ന് അങ്ങ് തയ്യാറാക്കി.
അന്നേരം ഞാൻ ഓർത്ത് ഇത് ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് ഓർത്ത് പിന്നെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. പോട്ടെ, ഏതായാലും നമുക്ക് നോട്ട് കിട്ടിയാൽ മതി. നോക്കി, ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ഒന്നാം പാനിപ്പട്ട് യുദ്ധം എന്നാൽ എന്ത്? 2 മാർക്കിന് ചോദിക്കാം. ഒറ്റ വരിയേ ഉള്ളൂ. ഇൻ 1526 എബ്രാഹിം ലോധി, ദ ലാസ്റ്റ് റൂളർ ഓഫ് ദ ലോധി ഡൈനാസ്റ്റി ആൻഡ് ബാബർ ദ റൂളർ ഓഫ് കാബുൾ fought at Panipat in Haryana. This battle is referred as the first battle of Panipat. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും, കാബൂളിലെ ഭരണാധികാരി ആരാണ്? ബാബറും 1826 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ചരിത്രത്തിൽ ഇതിനെ ഒന്നാം പാനിപ്പത്ത് യുദ്ധം എന്ന് വിശേഷിപ്പിച്ചു. വായിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ നിങ്ങളെ? ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രഹാം ലോധിയും കാബൂളിലെ ഭരണാധികാരിയായിരുന്ന ബാബറും 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് ഏറ്റുമുട്ടി. ചരിത്രത്തിൽ ഇതിനെ ഒന്നാം പാനിപ്പട്ട് യുദ്ധം എന്ന് പറയുന്നു. വായിക്കാൻ പറ്റുമല്ലോ. ഇനി അക്ബറിനെ കുറിച്ചൊരു ചോദ്യമുണ്ട് കേട്ടോ. അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ടോ നിങ്ങളെ? നിങ്ങൾക്ക് എളുപ്പം വായിക്കാൻ പറ്റുന്ന രീതിയിൽ. ഒരു മിനിറ്റ്. അക്ബറിനെ കുറിച്ച് ചോദിച്ചാൽ എഴുതാനുള്ളതാണ്. ബാബറിനെ കുറിച്ച് നമ്മൾ കുറേ പറഞ്ഞായിരുന്നു ഇല്ലേ? ബാബറിനെ കുറിച്ച് മുമ്പ് പറഞ്ഞ ഓർമ്മ വേണേ. അടുത്ത അക്ബർ. ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ, പേടിക്കേണ്ട. ഇംഗ്ലീഷും ഉണ്ട്, മലയാളമുണ്ട്. ശരി, ഒരു ഇംഗ്ലീഷ് പറയാം. നോക്കിയേ. അക്ബർ വാസ് എ പവർഫുൾ റൂളർ. അക്ബർ മഹാനായ ഒരു ചക്രവർത്തിയായിരുന്നു. അക്ബറിനെ കുറിച്ചാണ് കേട്ടോ. അക്ബർ വാസ് എ പവർഫുൾ റൂളർ. അക്ബർ ഒരു മഹാനായ ചക്രവർത്തിയായിരുന്നു. ഹി അഡ്മിനിസ്ട്രേഡ് ഈക്വൽ ജസ്റ്റിസ് വിത്തൗട്ട് എനി ഡിസ്റ്റിങ്ഷൻ ഓഫ് ഹൈ ലോ കാസ്റ്റ്, ഫെമിലിയർ അൺഫെമിലിയർ. എന്ന് വെച്ചാൽ ഒരേ സമയം തന്നെ പ്രജകളിൽ നിന്നും സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഹി കൺസിഡേർഡ് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻസ് എലൈക്ക്. എന്ന് വെച്ചാൽ ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങൾ എന്ന് തരംതിരിവില്ലാതെ, മലയാളം മീഡിയത്തിൽ ആ നോട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെ കേട്ടോ, അതുകൂടെ ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങൾ എന്ന് തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി അദ്ദേഹം നടപ്പിലാക്കി. അദ്ദേഹം ആൾ പുളിയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ വലിപ്പ ചെറുപ്പം ഒന്നുമില്ല, ഉയർന്നതൊന്നും താഴ്ന്നതൊന്നും ഇതില്ല, പിന്നെ പരിചിതനെന്നും അപരിചിതനെന്നുമില്ല, ഹിന്ദുവെന്നോ ക്രിസ്ത്യൻസോ മുസ്ലിമെന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ തുല്യനീതി നടപ്പിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു ആരാണ്? അക്ബർ. കരുത്തരോട് ശക്തമായിട്ടും അശക്തരോട് കരുണയോടും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ഹി ട്രീറ്റഡ് ദ സ്ട്രോങ് വിത്ത് ഫോഴ്സ് ആൻഡ് ദ വീക്ക് വിത്ത് മേഴ്സി. നല്ല 4 സെൻറ്റൻസ് ആവും നിങ്ങൾ. അത് വൃത്തിയായിട്ട് അങ്ങ് പഠിക്കണം. അക്ബറിനെ കുറിച്ച് എന്തായാലും ചോദ്യം വരും കേട്ടോ. അക്ബർ വാസ് എ പവർഫുൾ റൂളർ. വായിക്കാൻ അറിയണേ. ഹി അഡ്മിനിസ്ട്രേഡ് ഈക്വൽ ജസ്റ്റിസ് വിത്തൗട്ട് എനി ഡിസ്റ്റിങ്ഷൻ ഓഫ് ഹൈ ലോ കാസ്റ്റ്, ഫെമിലിയർ അൺഫെമിലിയർ. He considered Hindu, Muslims, Christians alike. He treated the strong with force and the weak with mercy. അക്ബർ, മലയാളം മീഡിയക്കാർ എഴുതിക്കോഞ്ഞെങ്കിൽ, അക്ബർ മഹാനായ ഒരു ചക്രവർത്തിയായിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്നും സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉയർന്നത് താഴ്ന്നെന്ന് വിഭാഗങ്ങളെന്ന് തരംതിരിവില്ലാതെയും പരിചിതനെന്നും അപരിചിതനെന്നും വ്യത്യാസമില്ലാതെയും ഹിന്ദു, ക്രിസ്ത്യൻസ്, മുസ്ലിം എന്നീ വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ വ്യക്തിയായിരുന്നു അക്ബർ. കരുത്തരോട് നല്ല ശക്തമായിട്ടും അശക്തരോട് കരുണ, മേഴ്സി എന്ന് വെച്ചാൽ കരുണയോടും പെരുമാറിയ ഒരു സുൽത്താനായിരുന്നു. എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു അക്ബർ. അക്ബറിന് ഒരു വേറുകൃത്യവുമുള്ള വ്യക്തി ആയിരുന്നില്ല കേട്ടോ. എങ്ങനെയുണ്ട് അക്ബർ? പഠിക്കാൻ പറ്റുമല്ലോ ഇത് നമ്മൾ. അതുപോലെ തന്നെ പാനിപ്പത്ത് യുദ്ധം, ഒന്നാം പാനിപ്പട്ട് യുദ്ധം എന്നാൽ എന്തെന്നും കൂടെ ഒന്ന് പഠിച്ചു വെച്ചോണ്ടാവും നിങ്ങൾ കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അപ്പോൾ അക്ബറിനെ കുറിച്ച് പഠിച്ചല്ലോ. ഇനി ബൈ കമ്പൈനിങ് ദ ഗുഡ് ആസ്പെക്ട്സ് ഓഫ് ഓൾ റിലീജിയൻസ് അക്ബർ ക്രിയേറ്റഡ്.
എല്ലാ മതങ്ങളെയും നല്ല വശങ്ങൾ കോർത്തിണക്കി. നമ്മുടെ അക്ബർ ചേട്ടൻ എന്ത് ചെയ്തു? എല്ലാ മതങ്ങളും അദ്ദേഹത്തിന് ജാതി ഭേദം ജാതിയും ഏതാ വലുതെന്നോ ചെറുതെന്നോ ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പം എല്ലാ മതങ്ങളെയും നല്ല വശങ്ങളെല്ലാം കൂടെ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്ത ഒരു ദർശനമാണ് ദിൻ ഇ ഇലാഹി. ദിൻ ഇ ലാഹി എന്നാട്ടോ. എല്ലാവർക്കും സമാധാനം എന്നാണ് അതിൻ്റെ അർത്ഥം. പീസ് ടു ഓൾ എന്നാണ് അതിൻ്റെ അർത്ഥം. പീസ് എന്ന് വെച്ചാൽ സമാധാനം, ടു ഓൾ എല്ലാവർക്കും സമാധാനം എന്നാണ് ദിൻ ഇ ലാഹി എന്നതിൻ്റെ അർത്ഥം. ആരാണ് അത് കൊണ്ടുവന്നത്? അക്ബറാണ് കേട്ടോ. അക്ബർ, ആ പേര് പറഞ്ഞ പോലെ അക്ബറാണ്. ഇനി ഹൂ വെയർ ദ പ്രൊമിനന്റ് എമംഗ് ദോസ് ഹൂ ഹെൽഡ് ഹൈ പൊസിഷൻസ് ഇൻ ദ റോയൽ കോർട്ട് ഓഫ് എംപറർ അക്ബർ. ഈ അക്ബർ ചക്രവർത്തിയുടെ രാജസദസ്സിൽ, അക്ബർ ചക്രവർത്തിയാണ്, അദ്ദേഹത്തിൻ്റെ രാജസദസ്സിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന കുറേ പേരുണ്ട് അല്ലേ. എല്ലാ ജോലിയിലും ഉണ്ടല്ലോ ഉന്നത സ്ഥാനം, താഴ്ന്ന സ്ഥാനം ഒക്കെ ഇല്ലേ. ഇവിടെയും ഉന്നത സ്ഥാനം വഹിച്ചിരുന്നവരിൽ പ്രധാനികൾ ആരെല്ലാമാണ്? ഈ 4 പേരും ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. രാജ ടോഡർമാള്, വെറൈറ്റി അല്ലേ, ഇങ്ങനെയുണ്ട്. രാജ ടോഡർമാള്, രാജ മാൻസിംഗ്, രാജ ഭഗവന്ത് സിംഗ്, ബീർബൽ. അതെളുപ്പമല്ലേ, ബീർബൽ. അത് നമ്മളെപ്പോഴും ബാലരമയിലൊക്കെ വായിക്കും, ബീർബൽ അല്ലെ, ടി വിയിലൊക്കെ അറിയാം. പക്ഷെ മറ്റേ രാജാക്കന്മാരൊക്കെ ഇല്ലയോ, ടോഡർമാൽ, മാൻസിംഗ്, ആരാ, ഭഗവൻ ദാസ്, ബീർബൽ, 4 പേരുടെയും പേരൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. നമ്പർ ഇത് നിങ്ങൾ നോക്കി എഴുതല്ലേ, മറ്റേതും 2 2 കേട്ടോ. നമ്പർ നിങ്ങൾ ഓർഡർ അനുസരിച്ച് മാറ്റിയിട്ടേക്കണം കേട്ടോ. ഓക്കെ ആണേ. അടുത്ത കുഞ്ഞുങ്ങളെ നോക്കിക്കേ. ഇനി നമ്മൾ അക്ബറിനെ കുറിച്ച് കുറേ പഠിച്ചുകൊണ്ട് വരികയാണ്. ഹു അബോളിഷ്ഡ് ദ റിലീജിയസ് ടാക്സ്. ഓക്കെ കുഞ്ഞുങ്ങളെ. ഹു അബോളിഷ്ഡ് എന്ന് വെച്ചാൽ നിർത്തലാക്കുക എന്നാ ഇവിടെ കേട്ടോ. അബോളിഷ്ഡ് ദ റിലീജിയസ് ടാക്സ്. അതിൻ്റെ പേരെന്താ? കാൾഡ് എന്നാണ് കേട്ടോ. കാൾഡ്, CALLED, കാൾഡ്. എന്താ കുഞ്ഞുങ്ങളെ? ജസിയ. ഈ ഒരു വാക്ക് പഠിച്ചു വെച്ചേക്കണം, ജസിയ. ഇതെല്ലാം 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലെ 1 വേർഡാണ് ഈ പറയുന്നത്. ഇതിനകത്തിലെ 2, 3 മാർക്കിൻ്റെ ഒക്കെ ഉണ്ട്. നമ്മൾ ആദ്യമേ കുറച്ച് 1 വേർഡ് പഠിച്ചിട്ട് നമുക്ക് വലിയ ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് കയറാം കേട്ടോ. അല്ലെ നിങ്ങൾക്ക് തന്നെ അങ്ങ് സോഷ്യലിൽ നിന്ന് കേൾക്കുമ്പോഴേ തലവേദനയുള്ള കുറേ പേരില്ലേ. എനിക്കും ഇഷ്ടമില്ലാത്തൊരു വിഷയമാണ്, പക്ഷെ പഠിക്കുമ്പോൾ എളുപ്പമല്ലേ. ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് ആരാണ്? അക്ബറാണ് കേട്ടോ. ഹു അബോളിഷ്ഡ് ദ റിലീജിയസ് ടാക്സ് കാൾഡ് ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് അക്ബറാണ് കേട്ടോ. അക്ബർ ഏതാളാണെന്ന് നമുക്കറിയാം അല്ലേ. എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഒരു വലിപ്പ ചെറുപ്പവും ഇല്ലാത്തൊരു ആളാണ് നമ്മുടെ അക്ബർ. ഈ അക്ബർ ജസിയ എന്ന മതനികുതി, ടാക്സ് അടയ്ക്കുന്നുണ്ടല്ലോ, ആ നികുതി നിർത്തലാക്കി കേട്ടോ അക്ബർ. ഹൂ ഈസ് ദ ഓതർ ഓഫ് ദ ബുക്ക്? ആ പേര് നോക്കണേ, ഐൻ ഐ അക്ബാരി ആൻഡ് അക്ബർ നാമ. പേര് നോക്കിക്കേ. ഹൂ ഈസ് ദ ഓതർ ഓഫ് ദ ബുക്ക് ഐൻ ഐ അക്ബാരി അക്ബർ നാമ എന്ന പുസ്തകം രചിച്ചത് അബുൾ നാട്ടോ, അബ്ദുൾ അല്ല, അബുൾ ഫാസലാണ് കേട്ടോ. ഫസാൽ. ഇതൊക്കെ 1 മാർക്കിൻ്റെ ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് വിജയനഗരത്തെക്കുറിച്ചാണ്. വിജയനഗര കിങ്ഡം എന്ന് പറയുന്ന നമ്മുടെ ടെസ്റ്റ് കുറേ വായിച്ചു വരുമ്പോൾ അതിനകത്തിലുള്ള കാര്യങ്ങളാണ് വിജയനഗര. ഒരു കാര്യം ചെയ്യാൻ കുഞ്ഞുങ്ങളെ, ഈ പാർട്ടിൽ ഞാൻ 1 വേർഡ് അങ്ങ് ഇടാം. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. എന്താണ് വിജയനഗരം കേൾക്കുമ്പം തന്നെ എന്തോ ഒരു വെറൈറ്റി അല്ലേ. ഈ വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. വിജയനഗരത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ. വിജയനഗരം, ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള പേരുകളായില്ലേ. മറ്റേതൊക്കെ ടോഡർമാരെ കുറിച്ചല്ലേ കുറേ പേരുടെ പേര് പഠിച്ചായിരുന്നു, നമ്മൾ വല്ലതും വായിക്കൊള്ളുന്നുണ്ടായിരുന്നു. ഇല്ല, ഇത് നോക്കിക്കേ, വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ. ഹു വാസ് ദ ഫേമസ് റൂളർ ഓഫ് ദ വിജയനഗര കിങ്ഡം? കൃഷ്ണദേവരായ. രാജാന്നല്ല, രായാന്ന കേട്ടോ. അടുത്ത, ദ നെയിം മുഗൾ വാസ് ഡിറൈവ്ഡ് ഫ്രം ദ നെയിം
മുഗൾ എന്ന പേര് ഏത് പദത്തിൽ നിന്നാണ് കിട്ടിയതെന്ന് നമ്മൾ മുമ്പ് പഠിച്ചത് അല്ലേ? അത് ഒരു മാർക്കിൻ്റെ തൊട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. മംഗോൾ, MONGOL, മംഗോൾ കേട്ടോ. ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് മുഗൾ കിങ്ഡം? നോക്കിക്കേ, ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് മുഗൾ കിങ്ഡം? ആരായിരുന്നു? ബാബർ അല്ലേ? മുഗൾ രാജവംശത്തിന്റെ സ്ഥാപകൻ ബാബറാണ്. നമ്മളത് പഠിച്ചു. ഹു വാസ് ദ ലാസ്റ്റ് റൂളർ ഓഫ് ലോധി ഡൈനാസ്റ്റി? ഈ ലോധി രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ആരായിരുന്നു? നമ്മൾ കുറേ ആൾക്കാരുടെ പേര് പഠിച്ചായിരുന്നു അല്ലേ? ഏതൊക്കെയായിരുന്നു? ലോധി ഡൈനാസ്റ്റിയുടെ പേരൊക്കെ പഠിച്ചായിരുന്നു. നോക്കി, ലോധി രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ഇബ്രാഹിം ലോധിയാണ് കേട്ടോ. ഇബ്രാഹിം ലോധി ഒരു മാർക്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇബ്രാഹിം ലോധി. പിന്നെ ഇപ്പം നമ്മൾ പഠിച്ചതിനകത്തിൽ തന്നെ വൺ വേർഡ്, ബിറ്റ്വീൻ ഹും വാസ് ദ ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ഫോർട്ട്? പാനിപ്പട്ട് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു കുഞ്ഞുങ്ങളെ? എന്താണ് ഈ പാനിപ്പട്ട് യുദ്ധം എന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ആരൊക്കെ തമ്മിലായിരുന്നു? ബാബർ ആൻഡ് ഇബ്രാഹിം ലോധിയും തമ്മിലൊരു വഴക്കുണ്ടായിരുന്നു കേട്ടോ. ആരൊക്കെയാ? ബാബറും ഇബ്രാഹിം ലോധി. അടുത്തത്, വാട്ട് വാസ് ദ ന്യൂ ക്യാപിറ്റൽ ഓഫ് ദ എംപറർ അക്ബർ? അക്ബർ ചക്രവർത്തിയായ പുതിയ തലസ്ഥാനത്തിന്റെ പേര്. വെറൈറ്റി പേരുകളാണ്. അക്ബർ ചക്രവർത്തിയുടെ പുതിയ തലസ്ഥാനത്തിന്റെ പേര് ഫത്തേപൂർ സിക്രി. ഫത്തേപൂർ സിക്രി എഴുതി തന്നെ പഠിക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഇൻ വിച്ച് ഇയർ അക്ബർ നോക്കിയേ പേര് നോക്കിയേ, ഇബാദത്ത് എന്ന് കേട്ടോ. ഇബാദത്ത് ഖാന വാസ് ബിൽറ്റ്. ഈ അക്ബർ, നമ്മുടെ അക്ബറിനെ കുറിച്ച് നമ്മൾ കുറെ പറഞ്ഞു അല്ലേ? അദ്ദേഹം ഇബാദത്ത് ഖാന നിർമ്മിച്ച വർഷം ഏതാണ്? 1575 വിച്ച് വാസ് ദ റിലീജിയസ് ടാക്സ് അബോളിഷ്ഡ് ബൈ അക്ബർ? അക്ബർ നിർത്തലാക്കിയ മതപരമായ നികുതി ഏതാണ്? അത് മുമ്പ് നമ്മൾ പറഞ്ഞതാ. അക്ബർ നിർത്തലാക്കിയ ടാക്സ് മുമ്പ് നമ്മൾ പറഞ്ഞല്ലേ? മതപരമായ നികുതി ഏതാണ്? ജസിയ കേട്ടോ, ജസിയ. വാട്ട് വാസ് ദ നെയിം ഓഫ് ദ മെമ്മോർ അല്ലേ? മെമ്മോർ റിട്ടൺ ബൈ മുഗൾ സുൽത്താൻ ജഹാംഗീർ. മുഗൾ സുൽത്താൻ ജഹാംഗീർ എഴുതിയ മെമ്മറിയുടെ മെമ്മോർ എന്ന് പറഞ്ഞിട്ട് മെമ്മോർ ഓർമ്മക്കുറിപ്പ്. മുഗൾ സുൽത്താൻ ജഹാംഗീർ എഴുതിയ ഓർമ്മക്കുറിപ്പിന്റെ പേര്. ജഹാംഗീർ ആണേ, അതായത് ആദ്യ ബാബർ, പിന്നെ ഹുമയൂണ്, അക്ബർ, നാലാമത്തെ ജഹാംഗീർ എഴുതിയ മുഗൾ സുൽത്താൻ ജഹാംഗീർ എഴുതിയ ഓർമ്മക്കുറിപ്പിന്റെ പേര് തുസ്ക് ഇ ജഹാംഗിരി. ഓ, എന്തോ നല്ല പേരായില്ലേ? നോക്കിയേ, ഡാഷ് ഈസ് ദ മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെന്റഡ് ബൈ അക്ബർ. അക്ബർ നടപ്പിലാക്കിയ സൈനിക സംവിധാനം. അക്ബർ നടപ്പിലാക്കിയ മിലിറ്ററി സിസ്റ്റം ഉണ്ട് കേട്ടോ. അക്ബർ കൊണ്ടുവന്നത് ഏതാണെന്നറിയോ? മൻസബ്ദാരി. എന്താണ് അത്? ഒരു മാർക്കിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആവും ഞങ്ങളെ. ഈ അക്ബർ കൊണ്ടുവന്ന മിലിറ്ററി സിസ്റ്റം, അക്ബർ നടപ്പിലാക്കിയ സൈനിക സംവിധാനത്തിന്റെ പേര് മൻസബ്ദാരി എന്നാട്ടോ. മൻസബ്ദാരി, അത് ഓർത്ത് വെച്ചേക്കണേ. ഡ്യൂറിങ് മുഗൾസ് റൂൾസ് വാസ് ദ ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ്. നോക്കിയ അടുത്ത്, ഡ്യൂറിങ് മുഗൾ റൂള് ഡാഷ് വാസ് ദ ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ്. നമ്മുടെ മുഗൾ ഭരണകാലത്ത് വിദേശ വസ്തുക്കളുടെ പ്രവേശന കവാടം എവിടായിരുന്നു? നമ്മുടെ പാഠത്തിന്റെ പേര് തന്നെ എന്താ? മിഡീവൽ ഇന്ത്യ എന്നാ അല്ലേ? മുഗൾ ഭരണകാലത്ത് അല്ലേ? പാഠത്തിന്റെ പേര് അങ്ങനെയാണ് ഉണ്ടായിരുന്നു. അതെ, മധ്യകാല ഇന്ത്യ. ഓക്കെ, മുഗൾ ഭരണകാലത്ത് വിദേശ വസ്തുക്കളുടെ പ്രവേശന കവാടം ഗുജറാത്തിലായിരുന്നു കേട്ടോ. ഗുജറാത്ത്. ഹു വാസ് ദ ചീഫ് ഹിസ്റ്റോറിയൻ ഓഫ് ദ മുഗൾ പീരീഡ്? മുഗൾ കാലഘട്ടത്തിലെ മുഖ്യ ചരിത്രകാരൻ അബുൾ ഫസൽ ആണ്. അബുൾ ഫസൽ. റൈറ്റ് എനി 2 ബുക്സ് റിട്ടൺ ബൈ അബ്ദുൽ ഫസൽ. ഈ അബ്ദുൽ ഫസൽ എഴുതിയ 2 ബുക്കിന്റെ പേര് പറയാം. അബ്ദുൽ ഫസൽ എഴുതിയ 2 ബുക്കിന്റെ പേര്. എയിൻ ഐ അക്ബാരി, മുമ്പ് നമ്മൾ പഠിച്ചതാ. അക്ബർ നാമ ഓർമ്മയുണ്ടോ? 2 ബുക്ക്. എയിൻ ഐ അക്ബാരി, അക്ബർ നാമ. ഇവിടെ നമ്മൾ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞായിരുന്നു. ആ 2 ബുക്കാണ്ടേ എന്നാ കൊണ്ടുവന്നത്? 1575 അല്ലേ? അല്ലല്ലോ, അക്ബർ നാമ അതല്ലായിരുന്നല്ലോ നിങ്ങൾ 2 ഇപ്പം നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അത് തന്നെ തിരിച്ചും ചോദിക്കും. ഐൻ ഐ അക്ബാരി, അക്ബർനാമ എന്ന പുസ്തകങ്ങളുടെ രചയിതാവ്. കണ്ടോ? അത് തിരിച്ചും ചോദിച്ചേക്കുവാണ് ഇവിടെ. കണ്ടോ? അബ്ദുൽ ഫസൽ. തിരിച്ചും മറിച്ചും ചോദ്യം വരും കേട്ടോ. റൈറ്റ് എനി 2 ബുക്സ് റിട്ടൺ. അതൊക്കെ റൈറ്റ് എനി വാട്ട് ദേ ആർ ദ മേജർ സിറ്റീസ് ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്.
മധ്യകാലഘട്ടത്തിലെ പ്രധാന നഗരങ്ങൾ ഏതെല്ലാമാണ്? മധ്യകാലഘട്ടം, മിഡീവൽ ഇന്ത്യ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ, മുഗൾ പീരീഡ്. വാട്ട് ദേ ആർ ദ മേജർ സിറ്റീസുകൾ ഏതൊക്കെയാണ്? ഓക്കെ, ധാക്ക, മുർഷിദാബാദ്, സൂറത്ത്, ലാഹോർ, ആഗ്ര. മുഗൾ സിറ്റീസുകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കുക. ഏതാണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ധാക്ക എവിടെയാണെന്ന് ചോദിച്ചാൽ ബംഗ്ലാദേശിലാണ്. മുർഷിദാബാദ് ഇന്ത്യയിലാണ്. ലാഹോർ പാകിസ്ഥാനിലാണ്. സൂററ്റ് ഇന്ത്യയിലാണ്. ആഗ്ര ഇന്ത്യയിലാണ് അല്ലേ. ലാഹോർ പാകിസ്ഥാനിലാണ്. ഇവിടെ ഉണ്ടല്ലോ ധാക്ക ബംഗ്ലാദേശ്, പിന്നെ മുർഷിദാബാദ് ഇന്ത്യയിൽ, ലാഹോർ പാകിസ്ഥാനിൽ, സൂററ്റ് ഇന്ത്യയിലാണ്, ആഗ്ര ഇന്ത്യയിലാണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഇതിനകത്തിൽ ഒരു ചോദ്യമുണ്ട് കുഞ്ഞുങ്ങളാണ്ട്, ഇങ്ങനൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയോ? എങ്ങനെയാണ് ഈ ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറ പാകിയത് എന്നൊരു ചോദ്യമുണ്ട്. ഹൗ ഡിഡ് ബാബർ ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ മുഗൾ റൂൾ ഇൻ ഇന്ത്യ? കേട്ടോ, 3 മാർക്കിൻ്റെ ഒക്കെ ഒരു ചോദ്യമായിട്ട് ചോദിക്കാം. ഇൻ 5026 ഇബ്രഹാം ലോധി, ദ ലാസ്റ്റ് റൂളർ ഓഫ് ദ ലോധി ഡൈനാസ്റ്റി, ആൻഡ് ബാബർ ദ റൂളർ ഓഫ് കാബുൾ, ഫോർട്ട് അറ്റ് പാനിപ്പട്ട് ഇൻ ഹരിയാന. ഇൻ ഹിസ്റ്ററി this battle is referred as the first battle of Panipat. Babur laid the foundation of the Mughal rule in India through this victory. നമ്മൾ പാനിപ്പട്ട് യുദ്ധം പഠിച്ചില്ലേ? അതങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടോ. അത് പഠിച്ചവർക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചാൽ 3 മാർക്ക് കിട്ടും. എന്താണെന്നറിയില്ലേ? 1526 ലോധി രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു. അത് 1 മാർക്കിന്റെ ചോദ്യം വരുന്നേ. ലോധി രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി ഇബ്രഹാം ലോധിയാണ്. അല്ലെ. കാബുൾ ഭരണാധികാരിയായ ബാബറും ഹരിയാനയിലെ പാനിപ്പട്ടിൽ വെച്ച് യുദ്ധം ചെയ്തു. അപ്പൊ പാനിപ്പട്ട് യുദ്ധത്തിൽ ആരൊക്കെയാ യുദ്ധം ചെയ്തതെന്ന് മുമ്പ് ചോദിച്ചായിരുന്നു 1 മാർക്കിന് കേട്ടല്ലോ. ചരിത്രത്തിൽ ഈ യുദ്ധത്തെയാണ് 1ാം പാനിപ്പട്ട് യുദ്ധം എന്ന് വിളിച്ചിരുന്നത്. ഈ വിജയത്തിലൂടെയാണ് ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അടിത്തറയിട്ടത്. ബാബർ ഇന്ത്യയിൽ അടിത്തറയിടാനുള്ള കാരണം തന്നെ ഈ പാനിപ്പട്ട് യുദ്ധത്തിന് ശേഷമാണ് കേട്ടല്ലോ. അതുപോലെ തന്നെ വാട്ട് വാസ് ദ അറേഞ്ച്മെന്റ് അഡോപ്റ്റഡ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്? കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതായത് ഈ മുഗൾ കാലഘട്ടത്തിലെ ഭരണ സൗകര്യത്തിനായിട്ട് സ്വീകരിച്ചിരുന്ന ക്രമീകരണങ്ങൾ എന്തെല്ലാമായിരുന്നു? ഡ്യൂറിങ് ദ മുഗൾ റൂള് വില്ലേജ് വെയർ ഓർഗനൈസ്ഡ് ഇൻ ടു പർഗാനാസ് ഇൻ ടു സർക്കാർസ് ആൻഡ് സർക്കാർസ് ഇൻ ടു സുബാസ്. ദർ വെയർ about 15 subas during Akbar's region and about 20 subas during ഔറംഗസേബ് റീജിയൻ. എന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ മുഗൾ ഭരണകാലത്ത് ഗ്രാമങ്ങൾ ചേർന്ന് പർഗാന എന്ന് പറയുന്നത്, ഗ്രാമങ്ങൾ ചേർന്നിട്ട് എന്തോ ആയിട്ട് ഈ ഗ്രാമങ്ങൾ കുറേ ഗ്രാമങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് പർഗാനകൾ എന്ന് പറയും. പർഗാന. ഈ പർഗാനകൾ പിന്നെ ചേർന്ന് സർക്കാർ അല്ലേ. ഈ സർക്കാരുകൾ പിന്നീട് ചേർന്ന് സുബകളായി മാറി. ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുക. പർഗാന ആദ്യമേ സർക്കാരായി, സർക്കാരുകൾ പിന്നെ സുബകളായി അല്ലേ. ആദ്യമേ എന്തായിരുന്നു? ഗ്രാമങ്ങളാണ് അല്ലേ. ഫസ്റ്റ് വില്ലേജാണ്. വില്ലേജ് പർഗാനയായി, ഈ പർഗാന സർക്കാരായി, സർക്കാർ സുബയായിട്ട് മാറി. ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്ന ഈ ഭരണകാലത്ത് ഏകദേശം അക്ബറിന്റെ ഭരണകാലത്ത് 15 സുബകളുണ്ടായിരുന്നു കേട്ടോ. മൊത്തം കൂടെ നമ്മുടെ അക്ബറിന്റെ ഭരണകാലത്ത് 15 സുബകളുണ്ടായിരുന്നു. ഔറംഗസേബിന്റെ ഭരണകാലം ആയപ്പോഴത്തേക്കും അത് 20 സുബകളായിട്ടങ്ങ് മാറിയെന്നാണ് പറയുന്നത് കേട്ടോ. അതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. പിന്നെ ഇനി നമ്മൾ വിജയനഗരത്തെ കുറിച്ചാണ് കണ്ടോ. വിജയനഗര കിങ്ഡം. അപ്പം നമുക്ക് ഈ 1ാമത്തെ പാർട്ടിൽ ഇത് മതി കുഞ്ഞുങ്ങളെ. നിങ്ങൾ ഇനിയിപ്പോൾ ഈ 2ാമത്തെ പാർട്ട് കുറേ ഉണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് നമ്മുടെ ആ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇനി അഥവാ അത് കിട്ടാത്തവരുണ്ടെങ്കിൽ കിട്ടും കേട്ടോ. അതായത് നമ്മുടെ 7ഉം പിന്നെ 5ഉം 7ഉം കഴിഞ്ഞ വർഷത്തിൻ്റെ മുമ്പേ വർഷമല്ലേ നമ്മൾ പുസ്തകം മാറിയത്. അപ്പോൾ അന്നേരമായിരുന്നു ഇട്ടതേ. അപ്പം നിങ്ങൾ ഇച്ചിരി ഒന്ന് ബാക്കിലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ 7ൻ്റെയും 5ൻ്റെയും നോട്ട് കിടപ്പുണ്ട്. അതിൽ മിഡീവൽ ഇന്ത്യ എന്നുള്ള നോട്ട് എടുക്കുക കേട്ടോ. 1ാമത്തെ പാഠത്തിൻ്റെ അതിനകത്തിൽ ഇതിനെക്കുറിച്ചെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം എന്നോട് പറയാം. കാരണം കിട്ടും, കാരണം ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇത്രയും പറഞ്ഞത് നല്ലതുപോലെ 1 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസറുകളായിരുന്നു. 2 മാർക്കിൻ്റെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളത് എഴുതിയെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് അത് കിട്ടുന്നില്ലെങ്കിൽ എന്നോട് പറയാം, ഞാനത് ഇട്ട് തരാം കേട്ടോ. ആ ചാനൽ ആ പാഠം ഇട്ട് തരാം കേട്ടോ. ഇത് ഇത്രയും അങ്ങ് ഓക്കെ എഴുതി വെച്ചേക്കണേ. ഓക്കെ, താങ്ക് യു.